ഒരാൾ ഏതെങ്കിലും തലത്തിലുള്ള പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കുന്നതിനോ അങ്ങനെ അംഗമായി തുടരുന്നതിനോ താഴെ പറയുന്ന സാഹചര്യങ്ങൾ അയോഗ്യനായിരിക്കും. 1. നിയോജക മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആവശ്യങ്ങൾക്ക് തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താലോ നിയമത്തിന് കീഴിലോ അപ്രകാരം അയാൾ അയോഗ്യനാണെങ്കിൽ അയോഗ്യനാണ്. അപ്പൊ അയോഗ്യത ഏതൊക്കെയാണ് എന്ന് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ റെഫർ ചെയ്യേണ്ടി വരും. 2. കോടതിയാലോ ഒരു ട്രൈബ്യൂണലാലോ സാൻമാർഗിക ദുഷ്യം ഉൾപ്പെട്ട ഒരു കുറ്റത്തിന്, സാൻമാർഗിക ദൂഷ്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്വഭാവഹത്യ കുറ്റത്തിന് 3 മാസത്തിൽ കുറയാതെയുള്ള ഒരു കാലത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ, പിഴ ശിക്ഷയാണ് വിധിച്ചതെങ്കിൽ കുഴപ്പമില്ല, അയാൾ എന്താവും? അയോഗ്യനാവും. അടുത്തത്, അഴിമതി കുറ്റത്തിന് തത്സമയം പ്രാബല്യത്തിലുള്ള നിയമം അനുസരിച്ച് തക്ക വിധിപ്രകാരം അധികാര സ്ഥാനം കുറ്റക്കാരനായി വിധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അഴിമതി കുറ്റത്തിന് വിധിച്ചാൽ അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ തന്നെ പഞ്ചായത്തി രാജ് ആക്ടും ചട്ടവും പ്രകാരം പഞ്ചായത്തിൽ മത്സരിക്കാൻ പറ്റില്ല. ഉൾഭരണത്തിന് വ്യക്തിപരമായ കുറ്റത്തിന് 271G വകുപ്പ് രൂപീകരിച്ച ഓംബുഡ്സ്മാൻ അയാളെ കുറ്റക്കാരനായി വിധിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറയുന്നത്. പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വാർഡ് മെമ്പർക്കെതിരെയോ ഉദ്യോഗസ്ഥർക്കെതിരെയോ സെക്രട്ടറിക്കെതിരെയോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ഓംബുഡ്സ്മാന് കൊണ്ട് കൊടുക്കണം. ഓംബുഡ്സ്മാനിൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ വക്കീല് വേണ്ട എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് പഠിച്ച് അവതരിപ്പിച്ചാൽ നോക്കി വായിച്ചാലും മതി. ഓംബുഡ്സ്മാൻ കാണാതെ പോയി പറയുകയൊന്നും വേണ്ട, നോക്കി വായിച്ചാലും മതി. അങ്ങനെ വായിച്ച് അതിന്റെ തെളിവെല്ലാം എടുത്തതിന് ശേഷം 271G പ്രകാരം രൂപീകരിച്ച ഓംബുഡ്സ്മാനിൽ ഒരു വിധി ഉണ്ടെങ്കിൽ, ദുർഭരണത്തിനൊരു വിധി ഉണ്ടെങ്കിൽ, അയാൾ പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലും എങ്ങും മത്സരിക്കാൻ പറ്റുക. സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് വിധിക്കപ്പെട്ടാൽ മത്സരിക്കാൻ പറ്റില്ല. ഒരു വിദേശ രാഷ്ട്രത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ, ഇന്ത്യൻ പൗരത്വം വേണ്ടാന്ന് വെച്ചാൽ മത്സരിക്കാൻ പറ്റില്ല. 136 വകുപ്പിൻ കീഴിൽ ശിക്ഷാർഹമായ ഒരു തെരഞ്ഞെടുപ്പ് കുറ്റത്തിന് ഏതെങ്കിലും ക്രിമിനൽ കോടതി ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ അഴിമതി പ്രവർത്തന കാരണത്താൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിൽ നിന്നും അയോഗ്യനാക്കപ്പെടുകയോ അങ്ങനെ ശിക്ഷിക്കപ്പെടുകയോ അയോഗ്യനാക്കപ്പെടുകയോ ചെയ്താൽ 6 വർഷം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ വീണ്ടും മത്സരിക്കാൻ പറ്റും. അപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കുറ്റത്തിന് അയാളെ ശിക്ഷിച്ചാൽ, ക്രിമിനൽ കുറ്റത്തിന് അയാളെ ശിക്ഷിച്ചാൽ, ശിക്ഷ കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞാലേ അയാൾക്ക് മത്സരിക്കാൻ പറ്റും. ഓക്കെ, 6 വർഷം വരെ അയാൾക്ക് മത്സരിക്കാൻ പറ്റും. ഒരു നിർധനനായി വിധിക്കപ്പെടുന്നതിനുള്ള ഒരു അപേക്ഷകനായാലോ അയാൾ ഒരു വിമുക്ത നിർധനനാവുകയോ ആണെങ്കിൽ മത്സരിക്കാൻ പറ്റില്ല. എന്തുവാ ഈ വിമുക്ത നിർധനൻ? പാപ്പർ സൂട്ടിന് അപേക്ഷ കൊടുത്താൽ അയാൾ മത്സരിക്കാൻ പാടില്ല. പാപ്പറായി അയാളെ എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്താലും അയാൾ മത്സരിക്കാൻ പാടില്ല. അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? ഒരു കമ്പനിയിലെ ഓഹരിക്കാരൻ ഒരു ഡയറക്ടർ അല്ലാത്ത എന്ന നിലയിൽ ഒഴികെയോ അല്ലെങ്കിൽ ഈ ആക്ടിന് കീഴിൽ ഉണ്ടാക്കിയ ചട്ടം അനുവദിക്കുന്ന പ്രകാരം ഒഴികെ സർക്കാരുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുമായോ ഉണ്ടാക്കിയ നിലവിലുള്ള ഏതെങ്കിലും കരാറിലോ അല്ലെങ്കിൽ അവർക്കു വേണ്ടി ചെയ്യുന്ന ഏതെങ്കിലും പണിയിലോ അയാൾക്ക് അവകാശമുണ്ടെങ്കിൽ അയാൾക്ക് മത്സരിക്കാൻ പറ്റും. എന്താ അവിടെ പറഞ്ഞേ? കമ്പനിയിൽ എന്തുണ്ട്? ഒരു ഷെയർ ഉണ്ട്, അയാൾ ഡയറക്ടർ അല്ല. ഓഹരിക്കാരൻ എന്ന നിലയിൽ ഒഴിയുകയോ അഥവാ ഈ ആക്ടിൽ ഉണ്ടായിരുന്ന ചട്ടങ്ങൾ അനുവദിക്കുന്ന പ്രകാരം ഒഴികെ, ഇപ്പോ പഞ്ചായത്തി രാജും ചട്ടങ്ങളും അനുവദിക്കുന്നതിനൊഴികെ, അങ്ങ് അനുവദിക്കുന്ന രീതിയിൽ ഷെയർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പഞ്ചായത്തി രാജ് ആക്ടും ചട്ടവും എന്തൊക്കെ അനുവദിക്കുന്നുവോ അതല്ലാതെ ഷെയർ ഉണ്ടെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും കരാറിലോ
അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏതെങ്കിലും പണിയിലോ